ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അറേയിലെ മിനിമം എലമെന്റ് മാക്സിമം എലമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അറേസിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അറേസിന്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ അറേയുടെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേ, 1 ഡയമെൻഷണൽ, മൾട്ടി ഡയമെൻഷണൽ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അറേയിലെ എലമെന്റ്സിൽ നിന്ന് മിനിമം മാക്സിമം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു അറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അറേ നോക്കിക്കഴിയുമ്പോൾ ഇതിന്റെ സൈസ് എത്രയാണ്, എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കാം. 2, 4, 6 6ആണ് ഈ സൈസിന്റെ അറേ. ഇതിന്റെ അകത്ത് കുറച്ച് എലമെന്റ്സ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അറേയുടെ ഇൻഡെക്സിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. 0th ഇൻഡെക്സിൽ ഫസ്റ്റ് എലമെന്റ് വരും, ഫസ്റ്റ് ഇൻഡെക്സിൽ അടുത്ത എലമെന്റ് വരും, അങ്ങനെയാണ് ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് ഇതൊരു അറേയുടെ എക്സാമ്പിൾ ആണ്. ഈ അറേയുടെ മിനിമം എലമെന്റ് മാക്സിമം എലമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിനകത്ത് മിനിമം എലമെന്റ് ഏതാണ്? 2 അല്ലെ, ഏറ്റവും ചെറുത് 2 ആണ്. മാക്സിമം എലമെന്റ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ നമുക്കിത് പ്രോഗ്രാം വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് മാക്സിമം എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ മാക്സിമം എലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യത്തെ എലമെന്റിനെ, ഏതും ആയിക്കോട്ടെ, ചിലപ്പോ അതിൽ ഏറ്റവും ചെറിയ എലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും വലിയ എലമെന്റ് തന്നെ ആയിരിക്കും അല്ലെ. അറയിൽ കിടക്കുന്ന ആദ്യത്തെ എലമെന്റിനെ നമ്മൾ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അറേ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഈ എലമെന്റിനെ അടുത്തടുത്ത എലമെന്റുകളായിട്ട് കമ്പയർ ചെയ്യുക. ഈ കിടക്കുന്ന എലമെന്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന എലമെന്റുമായിട്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഐട്രേഷൻ കഴിയുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ച വേരിയബിളിനകത്ത് ഏറ്റവും വലിയ എലമെന്റ് ആയിരിക്കും വരുന്നത്. എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ മാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. ഈ മാക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് അറയിലെ ആദ്യത്തെ എലമെന്റിനെ എടുത്തു വെക്കുക. നമ്മളിപ്പോ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിലെ ഏറ്റവും വലിയ എലമെന്റ് ആയിരിക്കാം, ചെറിയ എലമെന്റ് ആയിരിക്കാം, ഇതിലെ ഈ 2 കാറ്റഗറിയിലും പെടാത്ത എലമെന്റ് ആയിരിക്കാം അല്ലെ. നമ്മൾ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റിനെ മാക്സിമം ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് എന്റെ അറേയുടെ പേര് A എന്നാണെങ്കിൽ A of 0 കിടക്കുന്ന എലമെന്റിനെ മാക്സിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് അറേ ഐട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാക്സിനെ ഓരോ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ഇതാണ് മാക്സിമം എലമെന്റ് കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ്. മിനിമം കണ്ടുപിടിക്കാനും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, ഒരു അറേ ഞാനിവിടെ ഇനിഷ്യലൈസ് ചെയ്യാണ്. ഇന്റ് അറേയുടെ ഞാൻ പേര് കൊടുത്തു A. ഓക്കെ, ഈ അറേക്കകത്ത് ഞാൻ കുറച്ച് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്. 32, 12, 90, 88, 60. ഓക്കെ, കുറച്ച് എലമെന്റ്സ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇനി എന്താണ്, നമ്മൾ ആ എലമെന്റ്സിനെ അറേ ഐട്രേറ്റ് ചെയ്തിട്ട് ഓരോ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യണം അല്ലെ. അറേ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ്, ഫോർ ലൂപ്പ് കൊടുക്കും. ഫോർ എവിടെ നിന്നാണ് ഐട്രേറ്റ് ചെയ്യേണ്ടത്? ഇന്റ് ഐയുടെ ഇൻഡെക്സ് 0 തൊട്ട് i ലെസ് ദാൻ അറേയുടെ ലെങ്ത് വരെ ഈ അറേ ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, i++ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ എലമെന്റിനെ എടുത്ത് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഞാൻ കൊടുക്കുകയാണ് ഇന്റ് മാക്സ്. ഇന്റിജർ ആണല്ലോ. മാക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് എന്റെ A of 0 ഞാൻ എടുത്തു കൊടുക്കും. അപ്പൊ എന്താണ്, ഫസ്റ്റ് എലമെന്റ് മാക്സിനകത്ത് വന്നു. ഇതിനകത്ത് ഫസ്റ്റ് എലമെന്റ് എത്രയാണ്? 23 ആണ് ഇപ്പൊ മാക്സിനകത്തുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ ആദ്യത്തെ എലമെന്റ് മാക്സിലുണ്ടല്ലോ, മാക്സിനെ ബാക്കി എലമെന്റുകളുമായിട്ട് ഓരോന്നോരോന്നായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ആദ്യത്തെ എലമെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ എലമെന്റ് മാക്സിമത്തിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ ആ എലമെന്റിനെ വീണ്ടും മാക്സിലോട്ട് അസൈൻ ചെയ്യും. അങ്ങനെ ചെയ്യും. ഓക്കെ, ഇവിടെ ഫോർ ലൂപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഐട്രേഷൻ തുടങ്ങുമ്പോൾ 0th ഇൻഡെക്സ് തൊട്ട് ആ അറേയുടെ ലെങ്ത് വരെയാണ് ഐട്രേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? ഇവിടെ പക്ഷേ ഞാൻ ആദ്യത്തെ എലമെന്റിനെ എടുത്ത് മാക്സ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു വേരിയബിളിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഈ എലമെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഈ എലമെന്റ് വെച്ച് കമ്പയർ ചെയ്യേണ്ട. ഈ എലമെന്റിനെ ഇനി ഈ കിടക്കുന്ന ബാക്കിയുള്ള എലമെന്റുകളുമായിട്ട് കമ്പയർ ചെയ്താൽ മതി, ശരിയല്ലേ? ഈ ഫസ്റ്റ് എലമെന്റിനെ ഞാനിപ്പോ ഇവിടെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ 23 വെച്ച് കമ്പയർ ചെയ്യും. അതിന്റെ ആവശ്യമില്ലല്ലോ. 23 നമുക്ക് ബാക്കി ഇതിനകത്തുള്ള എലമെന്റുകളുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് i=0 പകരം i=1. അപ്പൊ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടേ കമ്പാരിസൺ നടക്കും. മനസ്സിലായല്ലോ? ഇവിടെ കൊടുക്കുകയാണ് ഇഫ് മാക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ A of i. ഐയുടെ ഇൻഡെക്സ് മാറി മാറി വരുമല്ലോ. ആണെങ്കിൽ മാക്സിനകത്തോട്ട് A of i അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ഐട്രേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? i=1 തൊട്ടാണ് ഐട്രേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ i=1 തൊട്ട് ഐട്രേറ്റ് ചെയ്യുമ്പോൾ
ഐയുടെ വാല്യൂ ആദ്യം 1 ആണ്. 1 ലെസ് ദാൻ എ ഡോട്ട് ലെങ്ത് ആണോ എന്ന് നോക്കും. എ ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ അറേയുടെ ലെങ്ത് എത്രയാണ്? 2, 4, 6. ശരിയല്ലേ? 1 ലെസ് ദാൻ 6 ആണോ? അതെ. അപ്പൊ എന്ത് പറ്റും? 23യെ ആ ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റ് എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ മാക്സ് എന്ന് പറയുന്നത് 23 ലെസ് ദാൻ 32 ആണോ എന്ന് നോക്കും. അപ്പൊ എത്രയാണ്? ലെസ് ആണ്. അപ്പൊ എന്ത് പറ്റും? ഇതിനേക്കാളും കുറവല്ലേ? അപ്പൊ ഈ വലിയ എലമെന്റിനെ എടുത്ത് ഇതിനകത്തോട്ട് വെക്കണം. അപ്പൊ എന്ത് പറ്റും? ഇതിന്റെ അകത്തോട്ട് 32നെ അസൈൻ ചെയ്യും. ഓക്കെ. അപ്പൊ മാക്സിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എത്രയാണ്? 32. ഓക്കെ. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആയി 2 ആയി. ഓക്കെ. അപ്പൊ 2 ആവുമ്പോ എത്രയാണ്? 12 വരും. മാക്സിനകത്ത് 32 ആണ്. 32 ലെസ് ദാൻ 12 ആണോ? അല്ല. അപ്പൊ ഇതിനകത്തോട്ട് കയറത്തില്ല. വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 3 ആയി. അപ്പൊ അടുത്ത എത്രയാണ്? 90. 90 ലെസ് ദാൻ 32 ആണോ? അല്ല, സോറി, 32 ലെസ് ദാൻ 90 ആണോ? അതെ. അപ്പൊ എന്ത് പറ്റും? 90 ഇതിനകത്തോട്ട് അസൈൻ ആവും. ഓക്കെ. ഇവിടെ മാക്സിനകത്ത് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 90 ആണ്. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആയി 4 ആയി. അപ്പൊ എത്രയാവും? 88 വരും. ഓക്കെ. അപ്പൊ 90 ലെസ് ദാൻ 88 ആണോ? കണ്ടീഷൻ ശരിയല്ല. അപ്പൊ ഇതിനകത്ത് കയറില്ല. വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 5 ആയി. 65 ലെസ് ദാൻ 90 ലെസ് ദാൻ 65 ആണോ? അല്ല. അപ്പൊ ഈ കണ്ടീഷനകത്തും കയറത്തില്ല. അപ്പൊ മാക്സിനകത്ത് ലാസ്റ്റ് കിടക്കുന്ന വാല്യൂ എത്രയാണ്? 90. ഓക്കെ. അപ്പൊ ഏറ്റവും വലിയ വാല്യൂ ആണ് ഇപ്പൊ മാക്സിനകത്ത് കിടക്കുന്നത്. ഇനി നമ്മളിത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിന്റെ പുറത്ത് വന്നിട്ട് മാക്സ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോ നമ്മൾ റൺ ചെയ്യുമ്പോൾ 90 വരും. ഓക്കെ. മനസ്സിലായല്ലോ? ഇനിയിപ്പോ മിനിമം എലമെന്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. മിനിമം എലമെന്റ് ആണെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. അതായത് നമ്മൾ മാക്സിന് പകരം ഈ വേരിയബിൾ നെയിം നമ്മൾ മിന്നെന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ മാക്സ് പോയതുകൊണ്ടാണ് എറർ വരുന്നത്. ഓക്കെ. കൊടുത്തു. അപ്പൊ ഫസ്റ്റ് എലമെന്റിനെ എടുത്ത് മിന്നിനകത്ത് തന്നെ വെച്ചു. സ്റ്റെപ്പ് സെയിം ആണ്. ചെറിയ കമ്പാരിസണിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അതായത് ആദ്യത്തെ എലമെന്റിനെ എടുത്ത് മിന്നെന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബാക്കിയുള്ള എലമെന്റുകളുമായിട്ട് കമ്പയർ ചെയ്യണം. ഇതിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു എലമെന്റ് ആണ് വരുന്നതെങ്കിൽ അതിനെ ഈ മിന്നിലോട്ട് അസൈൻ ചെയ്യണം. നമ്മൾ മാക്സ് ചെയ്തപ്പോൾ എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ ഇട്ട എലമെന്റിനേക്കാളും വലുതാണ് വരുന്നതെങ്കിൽ ആ വലുതിനെ ഇടും. മിന്നാകുമ്പോൾ നമുക്ക് ഏറ്റവും ചെറുതല്ലേ വേണ്ടത്. അതൊക്കെ നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി. കിടക്കുന്ന എലമെന്റിനേക്കാൾ ചെറുത് വന്നു കഴിഞ്ഞാൽ മാത്രം അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അസൈൻ ചെയ്യില്ല. അപ്പോൾ ഫോർ ലൂപ്പ് അതുപോലെ തന്നെ വരും. ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ എ ഡോട്ട് ലെങ്ത്, ഐ പ്ലസ് പ്ലസ്. ഇനി മിനിമം എലമെന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ ഓഫ് ഐ ആണോ? അതായത് മിനിമത്തിനേക്കാൾ, മിനിമം എന്ന് പറയുന്നത് ഈ അറേയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന എലമെന്റിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കമ്പയർ ചെയ്യുന്ന എലമെന്റ് ചെറുതാണെന്നല്ലേ. അപ്പൊ ആ എലമെന്റ് എടുത്ത് മിന്നിനകത്തോട്ടിടും. ഓക്കെ. എന്നിട്ട് മിന്ന് പ്രിന്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെയാണ്. ഇതിനകത്ത് മിനിമം എലമെന്റ് എത്രയാണ്? 12. ഇത് മനസ്സിലായല്ലോ? ഇത് മറ്റേ മാക്സിമമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ആദ്യത്തെ എലമെന്റ് എടുത്ത് ഒരു വേരിയബിളിൽ വെക്കുന്നു, അതിനെ ബാക്കിയുള്ള എലമെന്റുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഫോർ ലൂപ്പിനും വ്യത്യാസമൊന്നുമില്ല. ഐ ഈക്വൽ ടു 1 തൊട്ട് തുടങ്ങുക, അറേയുടെ ലെങ്ത് വരെ ഐറ്ററേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് മിനിമം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ എലമെന്റ് ആയിരിക്കണം ലാസ്റ്റ് ഇവിടെ കിട്ടുന്നത്, അല്ലെ? അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പൊ മിനിമത്തിനേക്കാളും മിനിമം ആണ് ഇപ്പൊ വലുതായിട്ട് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അടുത്ത എലമെന്റ് കമ്പയർ ചെയ്യുന്ന എലമെന്റ് വലുതാണെന്ന്, കമ്പയർ ചെയ്യുന്ന എലമെന്റ് ചെറുതാണെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ ആ എലമെന്റ് അസൈൻ ചെയ്തു. മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ സമ്മതിക്കില്ല. അതായത് നിങ്ങളോട് യൂസറുടെ കയ്യിൽ നിന്ന് എലമെന്റ്സ് ഇൻപുട്ടായിട്ട് വാങ്ങിക്കാനായിരിക്കും പറയുന്നത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റിജർ അറേ ആണെങ്കിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇൻറ്റ് എ ഈക്വൽ ടു ന്യൂ ഇൻഡോ 10 ആണെങ്കിൽ 10 എന്ന് കൊടുക്കുക. ഞാനിപ്പോ എന്റേതൊരു 10 ഞാൻ കൊടുക്കുന്നില്ല, 6 തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പൊ 6 ഇന്റിജർ എലമെന്റ് അസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി എങ്ങനെയാണ്? യൂസറുടെ കയ്യിൽ നിന്ന് കൺസോളിൽ നിന്ന് എൻ്റർ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങണമെങ്കിൽ നമ്മൾ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഐ കൊടുത്തു. ഓക്കെ. ഇനി എന്താണ്? നമുക്ക് അറേക്കകത്തോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അല്ലെ? സാധാരണ നമ്മൾ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഇന്റിജർ ആണ് നെക്സ്റ്റ് ഇൻറ്റു കൊടുക്കും. അതായത് എസ് സി ഡോട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഇന്റിജർ ആണ് നമ്മൾ നെക്സ്റ്റ് ഇൻറ്റു കൊടുക്കും.
സ്ട്രിങ് ആണ് നെക്സ്റ്റ് ലൈൻ കൊടുക്കും. അപ്പൊ നമുക്ക് അറേക്കകത്ത് ഓരോ ഇൻഡെക്സിലോട്ടും നമുക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വേണം? ഫോർ ലൂപ്പ്. അറേക്കകത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിലും റിട്രീവ് ചെയ്യണമെങ്കിലും നമ്മൾ ഐട്രേറ്റ് ചെയ്ത് ഓരോ ഇൻഡെക്സിലും അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഓരോ ഇൻഡെക്സിലോട്ടും ഇടണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഓരോ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഡെക്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഫോർ നമുക്ക് എവിടെ തൊട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? i ഈക്വൽ ടു 0 തൊട്ട് i ലെസ് ദാൻ a ഡോട്ട് ലെങ്ത് വരെ i പ്ലസ് പ്ലസ് കൊടുത്തു. ഇനി എന്താ ചെയ്യുക? ഈ a ഓഫ് iക്കകത്തോട്ട് നമ്മൾ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇന്റ്, എന്റെ ഇന്റീജർ ആണല്ലോ നെക്സ്റ്റ് ഇന്റ്. ഓക്കെ, ഇങ്ങനെയാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 എലമെന്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റീജർ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിന്റെ 0th ഇൻഡെക്സ് തൊട്ട് ലെങ്ത് വരെ എലമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ പ്രിന്റ് ആയ എലമെന്റ് പ്രോപ്പറായിട്ട് അസൈൻ ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതൊന്ന് പ്രിന്റ് ചെയ്താൽ മതി. ഫോർ ഇന്റ് എവിടെ തൊട്ട് എവിടെ വരെ പ്രിന്റ് ചെയ്യണം? i ഈക്വൽ ടു 0, i ലെസ് ദാൻ a ഡോട്ട് ലെങ്ത് i പ്ലസ് കൊടുക്കും. ഓക്കെ, ഇനി ഇവിടെ സിസ് ഔട്ടിന്റെ അകത്ത് ഈ അറേ പ്രിന്റ് ചെയ്താൽ മതി, a ഓഫ് i. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ അറേ പ്രിന്റ് ചെയ്യുമ്പോൾ ഒറ്റ ലൈനിൽ നമുക്ക് പ്രിന്റ് ആവണല്ലോ. ln കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലായിരിക്കും ഈ അറേ പ്രിന്റ് ആവുന്നത്. അതിനുശേഷം ഓരോ എലമെന്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു കോമ വെച്ച് അത് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സിസ് ഔട്ട് കൊടുക്കുക, എന്റർ എലമെന്റ്സ് ഒന്നുമല്ലോ, അല്ലെ നമുക്ക് കൺസോളിൽ മെസ്സേജ് ഒന്നും കാണിക്കില്ല. ഓക്കെ, എന്റർ എലമെന്റ്സ് നോക്കാം. അപ്പൊ ഞാനിത് റൺ ചെയ്യാണ്. എന്റർ എലമെന്റ്സ് എന്ന് പറഞ്ഞു. എത്രയാണ്? എന്റെ ഇന്റീജർ അറേയുടെ സൈസ് 6 ആണ്. 6 എലമെന്റ് കൊടുക്കാം. ഞാൻ കൊടുക്കുകയാണ് 12, 65, 1, 23, 54, 89. ഓക്കെ, അറേയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 12, 65, 23. നമ്മൾ എൻ്റർ ചെയ്ത ഓർഡറിൽ തന്നെ പ്രിന്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്രിന്റ് കൊടുത്തത്. ഇവിടെ ഞാൻ ln കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യുന്നത് മൊത്തം നെക്സ്റ്റ് ലൈനിലായിരിക്കും. അപ്പൊ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോ കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വരുന്നതിനേക്കാളും ഒറ്റ ലൈനിൽ വരുന്നതല്ലേ ഭംഗി. അപ്പൊ അതുകൊണ്ടാണ് പ്രിന്റ് കൊടുത്തിട്ട് ആ ഓരോ എലമെന്റ് കഴിഞ്ഞിട്ട് ഒരു കോമ സെപ്പറേറ്റഡ് കൊടുക്കണം, എന്നിട്ടൊരു സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി ചേർന്നായിരിക്കും പ്രിന്റ് ആവും. ഓക്കെ, അപ്പൊ ഞാനിവിടെ എലമെന്റ് ഇൻസേർട്ട് ചെയ്തു, എലമെന്റ് ജസ്റ്റ് പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഭംഗിയായിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു സിസ് ഔട്ട് കൊടുക്കാം, എന്നിട്ട് ഇൻസേർട്ടഡ് എലമെന്റ്സ് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇനി മിനിമം നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിനിമം നമ്പറാണ് ഏറ്റവും ലാസ്റ്റിൽ പ്രിന്റ് ആയിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ഭംഗിയായിട്ട് പ്രിന്റ് ചെയ്യാം. മിനിമം എലമെന്റ് ഇൻ അറേ ഈസ്, ഇങ്ങനെ പ്രിന്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു നെക്സ്റ്റ് ലൈനൂടെ വെറുതെ പ്രിന്റ് ചെയ്യാം. ഒരു സ്പേസ് കിട്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എന്റർ എലമെന്റ്സ് 23, 45, 1, 22, 9, 88. ഇത്ര എലമെന്റ്സ് ആണ് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. ഇതിനകത്തെ മിനിമം എലമെന്റ് എന്ന് പറഞ്ഞത് 1 ആണ്. ഇനിയിപ്പോ എനിക്ക് മാക്സിമം എലമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് കമ്പയർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ മിനിമവും മാക്സിമവും കൂടി നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് മിനിമം എലമെന്റ് മാക്സിമം എലമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചിലപ്പോൾ പറയും, ഈ അറേയുടെ സൈസ് നിങ്ങൾ യൂസറുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അങ്ങനെയുള്ളപ്പോഴും പേടിക്കേണ്ട. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു സിസ് ഔട്ടിനകത്ത് എന്റർ സൈസ് ഓഫ് അറേ, ഇത് നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് മേടിക്കാം. എങ്ങനെയാണ്? സ്കാനറിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട്. സൈസ് എന്തായാലും ഇന്റിജർ ആയിരിക്കുമല്ലോ. ഇന്റെ സൈസ് ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് സ്കാനർ ഞാൻ താഴെയാണ് ഡിക്ലെയർ ചെയ്തത്, അതുകൊണ്ടാണ് എറർ വരുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് ഏറ്റവും ആദ്യം കൊടുക്കാം. ഓക്കെ, സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇന്റ്. നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് നമുക്ക് സൈസ് മേടിക്കാം.
എന്ത് പറ്റും? ആദ്യം ഇത് റൺ ആകുമ്പോൾ അറേയുടെ സൈസ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. അപ്പൊ നമ്മൾ ഏതാണോ സൈസ് എൻ്റർ ചെയ്ത് അത് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇവിടെ സൈസ് നമ്മൾ അവിടെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഇവിടെ സൈസ് എന്ന് പാസ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ വരുന്നു കാണിച്ചു തരാം. ആദ്യം എൻ്റർ സൈസ് ഓഫ് അറേ ഞാനൊരു 5 കൊടുക്കുകയാണ്. എൻ്റർ എലമെന്റ്സ് 21, 3, 44, 12, 56. ഇൻസേർട്ടഡ് എലമെന്റ്സ് എന്താണ്? മിനിമം എലമെന്റ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇപ്പൊ മാക്സിമം എലമെന്റ് ഉണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇവിടെ കൊടുക്കാം. അതായത് ഇപ്പോ ഇന്റ് മാക്സിമത്തിനകത്തോട്ട് നമുക്ക് 0 കൊടുക്കാം. അതായത് നമുക്ക് മിനിമവും മാക്സിമവും കൂടെ വേണമെങ്കിൽ ഒറ്റ ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഐട്രേറ്റ് ചെയ്യുന്നതിനകത്ത് തന്നെ നമുക്ക് ഈ ലൂപ്പ് ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കാം. അതായത് നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് ഇതിനേക്കാളും ലെസ് ആണെങ്കിൽ, കമ്പയർ ചെയ്യുന്ന എലമെന്റിനേക്കാളും ലെസ് ആണെങ്കിൽ മാക്സിമത്തിനകത്തോട്ട് A of I. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും മാക്സിമം എലമെന്റും കൂടി ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യാം. ഇവിടെ മാക്സിമം എലമെന്റ് ഓഫ് അറേസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാക്സ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇത് വേണം നിങ്ങൾക്ക് 2 പ്രോഗ്രാമായിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഓൾറെഡി അറേയുടെ ഐട്രേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ മിനിമം കമ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ മാക്സിമത്തിനോട് ഈ കണ്ടീഷൻ ഇവിടെ കൊടുത്തന്നേ ഉള്ളൂ. ഇവിടെയും മാക്സിമത്തിനകത്തോട്ട് ആദ്യത്തെ എലമെന്റ് എടുത്തിട്ടു. ഇവിടെ വന്നു കഴിയുമ്പോൾ കമ്പയർ ചെയ്തിട്ട് മാക്സിമത്തിനകത്തോട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഇത് റൺ ചെയ്ത് കാണിക്കാം. സൈസ് ഓഫ് അറേ ഞാൻ 5 കൊടുക്കുകയാണ്. എൻ്റർ എലമെന്റ്സ് 21, 1, 23, 45, 77. ഇൻസേർട്ടഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനകത്തെ മിനിമം എലമെന്റ് എത്രയായിരുന്നു? 1. മാക്സിമം 77. മാക്സിമം 77, മിനിമം 1. ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാം. അപ്പൊ യൂസറുടെ കയ്യിൽ നിന്ന് സൈസോ എലമെന്റ്സ് കൺസോളിൽ നിന്ന് ഇൻപുട്ട് വാങ്ങാൻ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് മാക്സിമം മിനിമം കണ്ടുപിടിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.